പെഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരമർപ്പിച്ച് രാജ്യം. ശ്രീനഗർ പോലീസ് ആസ്ഥാനത്ത് കൊല്ലപ്പെട്ടവർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭീകരർക്ക് മുന്നിൽ രാജ്യം മുട്ടുമടക്കില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലെത്തിയ അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശവാസികളുമായി സംസാരിക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരെ ജമ്മു കാശ്മീരിലെ തെരുവുകളിൽ ജനത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ തെരുവുകളിൽ ഇറങ്ങി. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും, ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും, ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും വിശദാംശങ്ങളുമായി തത്സമയം ചേരുകയാണ്. ബൽറാം, എന്താണ് ശ്രീനഗറിലെ സാഹചര്യം? അവിടെ ആഭ്യന്തരമന്ത്രി ഇനിയിപ്പോൾ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി പെഹൽഗാമിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ യോഗം ചേരുന്നു. അമിത്ഷാ ആ യോഗത്തിൽ ഉറപ്പായും പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ശ്രീനഗറിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടോ? അവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സംയുക്ത സേനകളുടെ പരിശോധന രാവിലെ മുതൽ തുടരുകയാണല്ലോ. വിജയകുമാർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം അദ്ദേഹം നേരെ പെഹൽഗാമിൽ ഈ ആക്രമണമുണ്ടായ ബൈസരനിലാണ് എത്തിയത്. അവിടെ അദ്ദേഹം നേരിട്ട് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണം, ഒപ്പം തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത എന്നിവയെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും അവിടെയുള്ള ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു. കൂടാതെ നാട്ടുകാരുമായും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണം സംബന്ധിച്ചും അദ്ദേഹം കാര്യങ്ങൾ ആരാഞ്ഞു. NIA സംഘവും ഈ പെഹൽഗാമിലുണ്ട്. അവർ പ്രാഥമികമായ തെളിവെടുപ്പ് നടത്തുന്നതിനായാണ് NIAയുടെ പ്രത്യേക സംഘം ഇവിടെ എത്തിയത്. അവരുമായും ആഭ്യന്തരമന്ത്രി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നേരെ ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് വൈകിട്ട് ചേരുന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇവിടെ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങൾ ആ യോഗത്തെ അദ്ദേഹം അറിയിക്കും. തുടർന്നായിരിക്കും ഈ ഭീകരാക്രമണത്തിലുള്ള ബദൽ മറുപടി നൽകാനുള്ള പദ്ധതി അടക്കമുള്ളവ തയ്യാറാക്കുക. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശന ദൗത്യത്തിലെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിതരാക്കുക, ഒപ്പം തന്നെ മൃതദേഹങ്ങൾ അവ എത്രയും വേഗം തന്നെ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അവ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഈ പോലീസ് ആസ്ഥാനം, പോലീസ് കൺട്രോൾ റൂം ആസ്ഥാനത്ത് നിലവിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ ഉണ്ട്. 2 ഘട്ടമായി മൃതദേഹങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ നാടുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ആദ്യ ബാച്ചിൽ തന്നെ മലയാളിയായ N രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ 6 പേരുടെ മൃതദേഹങ്ങളാണ് നാടുകളിലേക്ക് അയച്ചത്. തുടർന്ന് അല്പസമയം മുമ്പ് രണ്ടാമത് 3 ആംബുലൻസുകളിൽ കൂടി മൃതദേഹങ്ങൾ കൊണ്ടുപോയി. കൂടാതെ സമീപത്തുള്ള ശ്രീനഗറിലെ ആശുപത്രിയിൽ ഏതാണ്ട് 8 മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. സമാനമായി തന്നെയാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് വിനോദസഞ്ചാരികൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് താമസത്തിനുള്ള സൗകര്യങ്ങൾ, അവർക്ക് പോകാൻ ആവശ്യമെങ്കിൽ പ്രത്യേക വിമാനങ്ങൾ ക്രമീകരിക്കാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ സ്ഥലത്ത് പോലീസിനോ സുരക്ഷാ സേനയ്ക്കോ എത്താൻ 45 മിനിറ്റിലേറെ സമയമെടുക്കും എന്ന് കണക്കാക്കി തന്നെയാണ് വിനോദസഞ്ചാരികൾ മാത്രം എത്തുന്ന സുരക്ഷാ അല്ലെങ്കിൽ വിന്യാസം. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ഭീകരർ അവിടുത്തെ വനമേഖലയിൽ ഒരു താൽക്കാലികമായി ഒരു താവളമുണ്ടാക്കി
അവിടെ പതിയിരുന്നു. അതിനുശേഷം സമയം കിട്ടിയപ്പോൾ, എന്ന് വെച്ചാൽ ഉചിതമായ സമയം എത്തിയപ്പോൾ അവർ ആക്രമണം നടത്തി. അതിനുശേഷം എവിടേക്കാണ് അവർ പോകുക, അവർക്ക് പോകാൻ കഴിയുക എന്നത് ആ ഭൂമിശാസ്ത്രം അറിയുന്ന ഒരു പക്ഷേ സേനാ വിഭാഗങ്ങൾക്ക് നന്നായി അറിയാം. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു കൃത്യത വന്നിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ അറിഞ്ഞത് സംയുക്ത സേനകളുടെ തെരച്ചിൽ ആ മേഖലയിൽ തുടരുന്നുണ്ട് എന്നതാണ്. ഇതിൽ രേഖാചിത്രം പുറത്ത് വന്നിട്ടുണ്ട്. പ്രദേശവാസികൾ, പ്രാദേശിക സഹായം കിട്ടിയതിൻ്റെ വിവരങ്ങളുണ്ട്. അതിൻ്റെ ആസൂത്രണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇതിനോടകം അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൻ്റെ അന്വേഷണം അതെങ്ങനെ പുരോഗമിക്കുന്നു, അതിൽ എന്തൊക്കെ നിർണായക വിവരങ്ങൾ ഇതിനോടകം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ ഏജൻസിക്ക്, NIA-ക്ക്? വിജയകുമാർ, ഈ സാധാരണ നിലയിൽ ജമ്മു കശ്മീരിലെ ഭീകരവാദികൾ ഒളിത്താവളമായി തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള ഉയരം കൂടിയ മല മുകളിലുള്ള ഒളിത്താവളങ്ങളാണ്. സമാനമായ ഒരു പദ്ധതി തന്നെയാണ് ഈ ബൈസരനിലും അവർ നടപ്പാക്കിയത് എന്നാണ് പോലീസിൻ്റെയും ഏജൻസികളുടെയും പ്രാഥമിക നിഗമനം. ഈ ആക്രമണം നടത്തിയ പ്രദേശത്തേക്ക് എത്താൻ പോലീസിന് 1 മണിക്കൂറോളം സമയമെടുക്കും എന്നും അത് കയറ്റം കയറി എത്തുന്ന സമയത്ത് ഇവർ വനമേഖലയിലേക്ക് ഇറക്കമിറങ്ങിപ്പോയി എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും ഈ പ്രദേശത്ത് നിന്നും അവർ വിട്ടുപോയിട്ടില്ല എന്ന ഒരു നിഗമനം പോലീസിനും ഏജൻസികൾക്കുമുണ്ട്. കാരണം വിവരം അറിഞ്ഞ ഉടൻ തന്നെ, ഈ ആക്രമണത്തിന്റെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ എല്ലാ ഏജൻസികളെയും പോലീസ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആ മേഖല പൂർണ്ണമായും തന്നെ വളയുകയും ചെയ്തിട്ടുണ്ട്. വനമേഖല നീണ്ടുകിടക്കുന്ന വനമേഖലയാണെങ്കിൽ പോലും അതിലൂടെ രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വനത്തിനകത്ത് തന്നെയുള്ള ഒരു ഒളിത്താവളത്തിൽ ഈ ഭീകരർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ച മറ്റേതെങ്കിലും വീടുകളിലുണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് ഈ സുരക്ഷാ സേനയ്ക്ക് ഈ വിഷയത്തിൽ ഉള്ളത്. ആക്രമണം നടത്തിയ ഭീകരർ അവർ വിശദമായ ഒരു പദ്ധതി രേഖ തന്നെ തയ്യാറാക്കി ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്താണ് ഈ സ്ഥലം ഉൾപ്പെടെ തെരഞ്ഞെടുത്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അവരുടെ പദ്ധതിയുടെ ചുരുള അഴിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള എന്നാൽ തന്ത്രപ്രധാനമായി അവർക്ക് കൂടുതൽ എഡ്ജ് നൽകുന്ന ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുന്നു. അത് ദേശീയ തലത്ത് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദേശ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായി തെളിയിക്കുന്ന വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈഫുള്ള കസൂരി ലഷ്കറിലെ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ പാകിസ്ഥാനിൽ ഇരുന്ന് ഈ ഭീകരാക്രമണം നിയന്ത്രിച്ചു, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്.